ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്ന ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ച തന്നെയാണ്. 3ാം ക്ലാസ്സിലെ EVSലെ ഹൈജീൻ ഈസ് അവർ സ്ട്രെങ്ത് എന്ന് പറയുന്ന പാഠത്തിലെ പാഠഭാഗമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസീസ് ത്രൂ വാട്ടർ 2 എന്ന് പറയുന്ന ഭാഗമായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. വെള്ളത്തിലൂടെയും രോഗം പകരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഭാഗം. വെള്ളത്തിൽ കൂടി പടരുന്ന രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഡിസെൻറ്ററി, ഡയറിയ, ജോണ്ടൈസ്, കോളറ, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾ വെള്ളത്തിൽ കൂടി വ്യാപിക്കും എന്ന് സൂചിപ്പിച്ചിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മളന്ന് സൂചിപ്പിച്ചിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം തന്നെയാണ്. റീഹൈഡ്രേഷൻ തെറാപ്പി എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. റീഹൈഡ്രേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ? പാനീയ ചികിത്സ. വെള്ളം ശരീരത്തിൽ നിന്ന് മുകളിൽ പറഞ്ഞ രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അസുഖം വന്നാൽ വെള്ളം ശരീരത്തിൽ നിന്ന് ധാരാളമായി നഷ്ടപ്പെടും. ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടാൽ അത് മരണത്തിന് കാരണമാകും. ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടാൽ അത് മരണത്തിന് കാരണമാകും. അപ്പോൾ നമുക്ക് ശരീരത്തിന് ആവശ്യമായ വെള്ളം തിരികെ നൽകേണ്ടതുണ്ട്. സാധാരണ വെള്ളമല്ല, ആ വെള്ളത്തിൽ ചില കണ്ടന്റുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ പറയുന്നത് നോക്കൂ. റീഹൈഡ്രേഷൻ തെറാപ്പി. വെൻ ഡിസീസസ് ലൈക്ക് ഡിസെൻട്രി ആർ കോസ്ഡ്, the water content of the body is lost to a large extent. In order to bring back the lost water to the body, rehydration therapy should be carried out. അതായത് ഈ ഡിസെൻറ്ററി പോലത്തെ രോഗങ്ങൾ, വയറിളക്കം പോലത്തെ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ നിന്ന് വലിയ തോതിൽ വെള്ളം നഷ്ടമായി പോകും. നമുക്കറിയാവുന്നതാണത്. ആ നഷ്ടം പരിഹരിക്കാനാണ് നമ്മൾ റീഹൈഡ്രേഷൻ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സാ രീതി നമ്മൾ നടത്താറുള്ളത്. അങ്ങനെ വെള്ളം ശരീരത്തിൽ തിരിച്ചു കിട്ടിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ റീഹൈഡ്രേഷൻ തെറാപ്പി നടത്തിയിട്ടും രക്ഷയില്ലെങ്കിൽ പിന്നെ ഉടനെ നമ്മൾ ഡോക്ടറെ കാണിക്കുകയാണ് വേണ്ടത്. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ട് നമുക്ക് റീഹൈഡ്രേഷൻ തെറാപ്പി, ശരീരത്തിൽ നഷ്ടപ്പെട്ട വെള്ളം തിരിച്ചു കൊണ്ടുവരാൻ കഴിയും? ഒന്ന് പറയുന്നത് സാൾട്ടഡ് റൈസ് വാട്ടർ എന്നാണ്. നമ്മൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം എന്ന് നമ്മൾ പറയും. റൈസ് വാട്ടർ എന്ന് പറയുന്നത് കഞ്ഞിവെള്ളം എന്നാണ്. ഉപ്പിട്ട കഞ്ഞിവെള്ളം. നമുക്ക് ഈ ഡിസെൻട്രി പോലത്തെ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, അസുഖം വന്നാൽ നമ്മൾ ധാരാളമായി ഈ സാൾട്ടഡ് റൈസ് വാട്ടർ കുടിക്കണം. ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കണം. അങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ ജലാംശം ശരീരത്തിൽ നിലനിർത്താൻ കഴിയും. അടുത്തത് ലൈം ജ്യൂസ് വിത്ത് സാൾട്ട് ആൻഡ് ഷുഗർ എന്നാണ്. ഉപ്പും അതുപോലെ തന്നെ പഞ്ചസാര, സാൾട്ട് ആൻഡ് ഷുഗർ, ഉപ്പും പഞ്ചസാരയും ചേർത്ത നാരങ്ങാ വെള്ളം, സാധാരണ നമ്മൾ കുടിക്കുന്ന വെള്ളം തന്നെയാണ്. അത് ശരീരത്തിൽ ധാരാളമായിട്ട് ആവശ്യമുണ്ട്. ഉപ്പും പഞ്ചസാരയും ചേർത്ത നാരങ്ങാ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അടുത്തത് സാൾട്ടഡ് ബട്ടർ മിൽക്ക്. ഇവിടെ സംഭാരം എന്ന് എഴുതിയിട്ടുണ്ട്. സാധാരണ നമ്മൾ കുടിക്കുന്നൊരു വെള്ളമാണ് സംഭാരം. പീടികയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഈ സംഭാരവും ധാരാളമായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ടെൻഡർ കോക്കനട്ട് വാട്ടർ, നമ്മൾ കരിക്കൻ വെള്ളം എന്നൊക്കെ പറയാറില്ലേ, കരിക്കിൻ്റെ വെള്ളം. നമുക്ക് അങ്ങനെ ഡിസെൻട്രിയോ അതുപോലെ തന്നെ ഛർദിയൊക്കെ വരികയാണെങ്കിൽ വീട്ടിൽ പെട്ടെന്ന് കിട്ടുന്ന സാധനമാണ് ടെൻഡർ കോക്കനട്ട് വാട്ടർ, കരിക്കിൻ വെള്ളം. ഇത്രയും വെള്ളം നമ്മൾ ധാരാളമായി നമ്മുടെ ശരീരത്തിലേക്ക് കൊടുത്താൽ മാത്രമേ ശരീരത്തിന്റെ പ്രവർത്തനം സാധാരണഗതിയിൽ ആവുകയുള്ളൂ. എനി ഓഫ് ദീസ് ഷുഡ് ബി ഗിവൻ ടു ഡ്രിങ്ക്. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ കുടിക്കാൻ കൊടുക്കണം. ദ ORS, ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് എന്നാണ് ORSന്റെ ഫുള്ള്. മിക്സർ അവൈലബിൾ അറ്റ് എ പ്രൈമറി ഹെൽത്ത് സെന്റർ മേ ഓൾസോ ബി ഗിവൻ അറ്റ് ഇന്റർവെൽസ്, മിക്സിംഗ് ഇറ്റ് വിത്ത് 1 liter ഓഫ് ബോയിൽഡ് വാട്ടർ. നമ്മൾ ഈ ബോയിൽഡ് വാട്ടറിൽ, തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കലർത്തിയ ORS മിശ്രിതം, ഈ ORS മിശ്രിതം നമ്മൾ പ്രൈമറി ഹെൽത്ത് സെന്ററിലും മെഡിക്കൽ ഷോപ്പിലൊക്കെ ധാരാളമായിട്ട് കിട്ടും.
ഇത് നമ്മൾ വാങ്ങി കഴിക്കണം. ഇതിന്റെ ഒക്കെ ഗുണം നൽകുന്ന, ഈ മുകളിൽ പറഞ്ഞ എല്ലാ വെള്ളത്തിന്റെയും ഗുണം നൽകുന്ന ഒരു ലായനിയാണ്, ഒരു വെള്ളമാണ് ORS വാട്ടർ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഇത് കുടിക്കാൻ കുറച്ച് ചമർപ്പുണ്ടാകും, ചിലപ്പോൾ ഒരു മടി ഉണ്ടാകും. എങ്കിലും ഇതിന്റെ എല്ലാ കണ്ടന്റുകളും അടങ്ങിയ ഒരു സംഭവമാണ് ORS ലായനി. അത് നമ്മളെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ ധാരാളമായിട്ട് അത് കുടിക്കുന്നതിന് നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ നഷ്ടപ്പെട്ട ജലം തിരിച്ചു കിട്ടുന്നതിനും ശരീരം സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നതിനൊക്കെ കാരണമായി തീരും. ഇനി പറയുന്നത് ലാക്ക് ഓഫ് ഹൈജീൻ ഈസ് ദി റീസൺ ഫോർ മെനി ഡിസീസസ്. പേഴ്സണൽ ഹൈജീൻ ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എൻവിറോൺമെന്റൽ ഹൈജീൻ. വാട്ട് ആർ ദി ഹൈജനിക് ഹാബിറ്റ്സ് വി മസ്റ്റ് ഫോളോ? ഇവിടെ പറയുന്നത് ഈ വ്യക്തി ശുചിത്വത്തിന്റെ അഭാവമാണ്. ലാക്ക് ഓഫ് ഹൈജീൻ ഈസ് ദി റീസൺ ഫോർ മെനി ഡിസീസസ്. മിക്ക രോഗങ്ങൾക്കും കാരണമായി വരുന്നത് നമ്മുടെ വ്യക്തി ശുചിത്വത്തിന്റെ പോരായ്മയാണ്, അതായത് വൃത്തിയില്ലായ്മയാണ് മിക്ക രോഗങ്ങളുടെയും കാരണം. പേഴ്സണൽ ഹൈജീൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ് എൻവിറോൺമെന്റൽ ഹൈജീൻ. ഈ വ്യക്തി ശുചിത്വം തന്നെയാണ് നമ്മളെ പരിസര ശുചിത്വത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു സംഗതി. അതായത് വ്യക്തി ശുചിത്വം ഉണ്ടെങ്കിൽ മാത്രമേ പരിസര ശുചിത്വവും നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ആ വ്യക്തി ശുചിത്വം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്നത്, നമ്മളെ വീട് വൃത്തിയാക്കുന്ന സമയത്ത് തന്നെ നമ്മളെ പരിസരം നമ്മൾ വൃത്തിയാക്കാതിരിക്കുന്നത്, പൊതുസ്ഥലങ്ങൾ നമ്മൾ മലിനപ്പെടുത്തുന്നതൊക്കെ അതിന്റെ കാരണങ്ങളാണ്. അപ്പൊ വ്യക്തി ശുചിത്വം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും നമ്മളെ പരിസര ശുചിത്വവും ഉണ്ടാകും. വാട്ട് ആർ ദി ഹൈജനിക് ഹാബിറ്റ്സ് വി മസ്റ്റ് ഫോളോ? അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി ശുചിത്വം ഉണ്ടാകാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ ഇസ് ദി റീസൺ ഫോർ മെനി ഡിസീസസ്. ഇതാണ് മെയിൻ പോയിന്റ്. വ്യക്തി ശുചിത്വമില്ലായ്മയാണ് പല രോഗങ്ങൾക്കും കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദി ഹൈജനിക് ഹാബിറ്റ്സ് ദാറ്റ് വി നോർമലി ഫോളോ? നമ്മൾ സാധാരണ ആണെങ്കിൽ നമുക്ക് ഈ പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും? അതൊന്ന് ലിസ്റ്റ് ദം ഔട്ട്. നമുക്കതൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കാം. റൈറ്റ് എ നോട്ട് ഫോർ പേഴ്സണൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീനിന് വേണ്ട കാര്യങ്ങൾ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടേക്ക് ബാത്ത് എവറി ഡേ. എല്ലാ ദിവസവും കുളിക്കുക. വ്യക്തിശുചിത്വത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എല്ലാ ദിവസവും കുളിക്കുക എന്നുള്ളത്. കട്ട് യുവർ നെയിൽസ്. നഖം കട്ട് ചെയ്യുക. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ തന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നഖം കട്ട് ചെയ്യണം. വാഷ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും കഴിച്ചതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഹാൻഡ് വാഷ് ചെയ്യണം, കൈ കഴുകണം. അതുപോലെ തന്നെ മൗത്തും വായയും കഴുകണം, രണ്ടും കഴുകണം. വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ദി ടോയ്ലറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ സോപ്പ് ഇട്ട് കൈ കഴുകുന്ന ശീലം നമ്മൾ വളർത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ വീട്ടുകാരോട് ഈ വിഷയം പറയണം. ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം സോപ്പിട്ട് കൈ കഴുകിയതിന് ശേഷം മാത്രമേ അകത്ത് കിടക്കാവൂ എന്ന് പ്രത്യേകം വീട്ടുകാരെ നിങ്ങൾ ഉണർത്തണം. ബ്രഷ് ടീത്ത് ഇൻ ദി മോർണിംഗ് ആൻഡ് നൈറ്റ്. നിങ്ങൾ മോർണിംഗിലും നൈറ്റിലും, രാവിലെയും രാത്രിയും നിങ്ങൾ ബ്രഷ് ചെയ്യണം, പല്ല് ബ്രഷ് ചെയ്യണം. നമ്മൾ സാധാരണ മോർണിംഗിൽ ചെയ്യാറുണ്ട്, രാത്രി ചെയ്യാത്തവരാണ്. അങ്ങനത്തെ കൂട്ടുകാരുണ്ടെങ്കിൽ ഇന്ന് മുതൽക്ക് അതൊരു ശീലമാക്കി എടുക്കണം. കാരണം അത് ഹൈജനിക് ഹാബിറ്റ്സിന്റെ ഒരു ഭാഗമാണ്. പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യുന്നതിന് രാത്രി ബ്രഷ് ചെയ്യൽ നിർബന്ധമാണ്. കൂട്ടുകാർ ഇന്ന് മുതൽ 2 നേരം, നൈറ്റിലും മോർണിംഗിലും ബ്രഷ് ചെയ്യുന്ന ശീലം വളർത്തിയെടുക്കണം. പിന്നെ പറയുന്നത് വിയർ ക്ലീൻ ഡ്രസ് എന്നാണ്. നല്ല ഡ്രസ്സ് പുതിയത് എന്നുള്ളതിന്റെ ഉദ്ദേശം വൃത്തിയുള്ള, അലക്കി വൃത്തിയുള്ള ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ നോട്ട് ചെയ്യാവുന്നതാണ്. ടേക്ക് യുവർ ഫുഡ് ഓൺലി ഇൻ ക്ലീൻ വെസൽസ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇവിടെ കൈയും അതുപോലെ തന്നെ വായും കഴുകണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ടേക്ക് ഫുഡ് ഓൺലി ഇൻ ക്ലീൻ വെസൽസ്. വൃത്തിയുള്ള പാത്രത്തിലെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറ്റും. നല്ലോണം കഴുകിയ പാത്രത്തിലായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അതുപോലെ തന്നെ
വളരെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. വൈ സ്നീസിങ് ഓർ കഫിങ്, നമ്മൾ ഈ എന്താണ് മൂക്ക് ചീറ്റുക, കുരക്കുക എന്നൊക്കെ പറയില്ലേ, ഈ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കവർ യുവർ നോസ് ആൻഡ് മൗത്ത് വിത്ത് എ ടവൽ. നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ സ്നീസ് ചെയ്യുന്ന സമയത്തും കഫ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഒരു ടവൽ എടുത്ത് നമ്മളെ വായും അതുപോലെ തന്നെ നോസും ഒക്കെ കവർ ചെയ്യാം. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ നിങ്ങൾക്ക് അറിയാലോ. ഒരാൾ തുമ്മുകയോ അതുപോലെ തന്നെ മൂക്ക് ചീറ്റുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ധാരാളം രോഗാണുക്കൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ടവൽ എടുത്ത് അത് മൂക്ക് കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അത് പൊത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം സ്നീസ് ചെയ്യേണ്ടതും കഫ് ചെയ്യേണ്ടതും ഒക്കെ, കുരക്കേണ്ടതും മൂക്ക് ചീറ്റുന്നതും ഒക്കെ അങ്ങനെ ആയിരിക്കണം. അതുപോലെ തന്നെ യൂസ് ഫുട് വിയർ വൈൽ യു ഗോ ഔട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും പുറത്തു പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഫുട് വിയർ, നമ്മൾ ചെരുപ്പ് ധരിക്കണം. ഇവിടെ നോക്കൂ, ഈ കുഞ്ഞൻ ചെരുപ്പ് ധരിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ചെരുപ്പ് ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മളെ പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യുന്ന ഹൈജീനിക് ഹാബിറ്റ്സ് പെട്ട കാര്യങ്ങളാണ്. കൂട്ടുകാരെ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം. കൂട്ടുകാരെ, ഇനി നമുക്ക് അതിന്റെ അടുത്ത ഭാഗം നോക്കാം. നമുക്ക് വായിച്ചു നോക്കാം. യു ഷുഡ് ടേക്ക് കെയർ ഓഫ് നോട്ട് ഓൺലി പേഴ്സണൽ ഹൈജീൻ ബട്ട് ദി ഹൈജീൻ ഓഫ് യുവർ ഹോം, സ്കൂൾ ആൻഡ് പബ്ലിക് പ്ലേസസ് ടു. നമ്മൾ വ്യക്തി ശുചിത്വം മാത്രം പോരാ. യു ഷുഡ് ടേക്ക് കെയർ ഓഫ് നോട്ട് ഓൺലി പേഴ്സണൽ ഹൈജീൻ. നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ വളരെ വൃത്തിയുള്ളവരായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ ഡ്രസ്സ് നല്ലതായിരിക്കും, നമ്മളെ വീടിന്റെ അകം നല്ലതായിരിക്കും, നമ്മളെ സാധനങ്ങൾ നമ്മൾ നല്ല നിലയിൽ കൊണ്ട് നടക്കും, ഭക്ഷണം നല്ലതായിരിക്കും നമ്മൾ കഴിക്കുന്നത്. പക്ഷേ ബട്ട് ദ ഹൈജീൻ ഓഫ് യുവർ ഹോം, സ്കൂൾ ആൻഡ് പബ്ലിക് പ്ലേസസ് ടു. നമുക്ക് പരിസര ശുചിത്വം, അതായത് നമ്മുടെ സ്കൂളും നമ്മുടെ വീടും നമ്മുടെ പബ്ലിക് പ്ലേസസ്, പൊതുസ്ഥലങ്ങൾ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പബ്ലിക് പ്ലേസസ് എന്ന് പറഞ്ഞാൽ പൊതുസ്ഥലങ്ങളും നമ്മൾ വൃത്തിയായി കൊണ്ട് നടക്കണം. ഈ പൊതുസ്ഥലങ്ങളിലെയും സ്കൂളിലെയും വീടിലെയും ഒക്കെ ഹൈജീൻ, വൃത്തിയാണ് നമ്മുടെ പേഴ്സണൽ വൃത്തിയായിട്ട് മാറുന്നത്. നമ്മുടെ സ്വന്തം വൃത്തി ഉണ്ടാകുകയും ഈ സ്ഥലങ്ങളൊക്കെ വൃത്തികേടാകുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ രോഗം പടരാനും ആ രോഗം നമ്മളെ ബാധിക്കാനും കാരണമായി തീരും. വാട്ട് ഓൾ ക്യാൻ വി ഡു വിത്ത് റെസ്പെക്ട് ടു എൻവിറോൺമെന്റൽ ഹൈജീൻ? നമുക്ക് നമ്മുടെ പരിസരം വൃത്തിയാക്കുന്നതിന്, പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്തൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു നോട്ടായിട്ട് അത് എഴുതിയെടുക്കണം. ഡു നോട്ട് ത്രോ എവേ വേസ്റ്റ് മെറ്റീരിയൽസ്. നമ്മൾ ഒരിക്കലും ഈ വേസ്റ്റ് മെറ്റീരിയൽസ്, നമ്മുടെ ഉപയോഗം കഴിഞ്ഞ സാധനങ്ങൾ നമ്മൾ ഒരിക്കലും വലിച്ച് എറിയരുത്. അതെന്ത് ചെയ്യണം? ഡെപ്പോസിറ്റ് അൺവാണ്ടഡ് ഓർ വേസ്റ്റ് മെറ്റീരിയൽസ് ഓൺലി ഇൻ വേസ്റ്റ് ബിൻസ്. നമ്മൾ വേസ്റ്റ് ബിന്നിൽ മാത്രമായിരിക്കണം അത്തരത്തിലുള്ള സാധനങ്ങൾ ഇടേണ്ടത്. നോക്കൂ, ഇവിടെ ഈ കുട്ടി അവനാവശ്യമില്ലാത്ത ബോട്ടിലും മറ്റു സാധനങ്ങളൊക്കെ ഈ വേസ്റ്റ് ബിന്നിൽ ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് തന്നെ നിങ്ങൾ ശീലിക്കേണ്ടത്. നമ്മുടെ പൊതുസ്ഥലങ്ങളിലൊക്കെ പബ്ലിക് പ്ലേസിലൊക്കെ ഇത്തരത്തിലുള്ള വേസ്റ്റ് ബിന്നുകൾ വെച്ചിട്ടുണ്ടാകും. അപ്പൊ ഈ അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഓർ വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ തീർച്ചയായിട്ടും അതെന്ത് ചെയ്യണം? ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, അത് ഇടേണ്ടത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലായിരിക്കണം. നെക്സ്റ്റ്, ഡെഫിക്കേറ്റ് ഓൺലി ഇൻ ദി ടോയ്ലറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഈ ഡെഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം എന്ന് പറയില്ല, നമ്മൾ ടോയ്ലറ്റിംഗ് ഉണ്ടല്ലോ, അതാണ് പരിപാടി. ഈ ഡെഫിക്കേഷൻ നമ്മൾ ഓൺലി ഇൻ ദി ടോയ്ലറ്റ്, ടോയ്ലറ്റിൽ തന്നെ ആയിരിക്കണം. മുമ്പ് കാലങ്ങളിലൊക്കെ പബ്ലിക് പ്ലേസുകളിൽ ഇത് ചെയ്തിരുന്നു. ഇപ്പോൾ ആരും അത് ചെയ്യുന്നത് കാണാറില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾ ആരും ചെയ്യുന്നത് കാണാറില്ല. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പബ്ലിക് പ്ലേസിൽ ഈ ഡെഫിക്കേറ്റ് ചെയ്യുന്ന രീതി ഒഴിവാക്കണം. മലവിസർജനം നടത്തുന്ന സംഗതി ഒഴിവാക്കണം. തീർച്ചയായിട്ടും നമ്മൾ അത് ടോയ്ലറ്റിൽ തന്നെ ആകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. പാസ് യൂറിൻ ഓൺലി ഇൻ ദി ടോയ്ലറ്റ്. നമ്മൾ യൂറിൻ, നമ്മൾ യൂറിൻ എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കുക എന്നുള്ളത് ആണ്. നമ്മൾ ഒരുപക്ഷെ ഡെഫിക്കേഷൻ നടത്തുന്നത് ടോയ്ലറ്റിലായിരിക്കും. പക്ഷേ പബ്ലിക് സ്ഥലങ്ങളിൽ പലപ്പോഴും നമ്മൾ വല്ല മതിലിന്റെ ചാരത്തോ മരത്തിന്റെ ചാരത്തൊക്കെ വെച്ചിട്ട് പലരും ഈ യൂറിൻ ഒഴിക്കുന്നത് കാണാൻ കഴിയും, മൂത്രം ഒഴിക്കുന്നത് കാണാൻ കഴിയാറുണ്ട്.
പക്ഷെ അത് നമ്മൾ നിരുത്സാഹപ്പെടുത്തണം, അങ്ങനെ ചെയ്യാൻ അനുവദിക്കരുത്. കൂട്ടുകാർ തീർച്ചയായിട്ടും ചെയ്യരുത്. നമ്മൾ അതും ചെയ്യേണ്ടത് ടോയ്ലറ്റിൽ തന്നെയാണ്. കാരണം ഈ യൂറിനിലും ധാരാളം അണുക്കളുണ്ട്. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യണം, പൊതു വൃത്തിയുടെ ഭാഗമായിട്ട് നമ്മൾ ടോയ്ലറ്റിൽ തന്നെ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം വെള്ളവും ഒഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പബ്ലിക് ടോയ്ലറ്റിലൊക്കെ വെള്ളം ഒഴിക്കാതെ എഴുന്നേറ്റ് പോരാറുണ്ട് ആളുകൾ. മൂത്രമൊഴിച്ച് നമ്മുടെ കാര്യം സാധിച്ചതിന് ശേഷം വെള്ളം ഒഴിക്കാതെ പോരുന്നത് ദുശ്ശീലങ്ങളിൽ പെട്ടതാണ്. നല്ലോണം വെള്ളം ഒഴിച്ച് അണുക്കളെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. പാസ് യൂറിൻ ഓൺലി ഇൻ ദി ടോയ്ലറ്റ്. അടുത്തത് ഡു നോട്ട് സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്. ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പബ്ലിക് പ്ലേസിൽ നമ്മൾ സ്പിറ്റ് ചെയ്യുന്നത് തുപ്പുക എന്ന് നമ്മൾ പറയും. ഒരിക്കലും തുപ്പരുത്. നമ്മൾ നേരത്തെ സ്നീസ് ചെയ്യുന്നത്, നമ്മൾ മൂക്ക് ചുറ്റുന്ന വിഷയം പറഞ്ഞു. അതുപോലെ തന്നെ പബ്ലിക് പ്ലേസിൽ നമ്മൾ തുപ്പുകയും ചെയ്യരുത്. തുപ്പാൻ വല്ലപ്പോഴും ഉണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ച് കരുതലോടുകൂടി ആയിരിക്കണം അത് ചെയ്യേണ്ടത്. നമ്മളെ കാര്യം കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷേ സ്പിറ്റ് ചെയ്യുമ്പോൾ ധാരാളം രോഗാണുക്കൾ നമ്മൾ സ്പിറ്റ് ചെയ്യുമ്പോൾ പുറത്തു വരുന്നുണ്ട്. അതൊക്കെ നമ്മളെ പബ്ലിക്കിൽ പടരാൻ കാരണമാകും. അപ്പോൾ ഡു നോട്ട് സ്പിറ്റ് ഇൻ ദി പബ്ലിക് പ്ലേസസ്. അടുത്തത് ഡു നോട്ട് ത്രോ എവേ റിമൈൻസ് ഫുഡ്. നേരത്തെ സൂചിപ്പിച്ച തന്നെയാണ് ഡു നോട്ട് ത്രോ എവേ വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ മാതിരി ഡു നോട്ട് ത്രോ എവേ റിമൈൻസ് ഫുഡ്. ഈ ഫുഡിൽ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ വലിച്ചെറിയരുത്, ഒരിക്കലും പുറത്തേക്ക് വലിച്ചെറിയരുത്. അത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് നമുക്കറിയാം. പക്ഷികളും മറ്റും അത് കൊത്തിത്തിന്ന് നമ്മളെ കിണറിലും മറ്റ് ജലാശയങ്ങളിലും കൊണ്ടുപോയിടും. അത് രോഗത്തിന് കാരണമാകും. അതൊക്കെ ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെ നമ്മൾ ബിന്ന് ചെയ്യാൻ വേണ്ടി, ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് എഴുതാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡു നോട്ട് ഡു എനി ആക്ടിവിറ്റി ദാറ്റ് മേക്സ് ദി പബ്ലിക് പ്ലേസസ് അൺടൈഡി. ഈ പബ്ലിക് പ്ലേസുകൾ അൺടൈഡി ആക്കുന്ന, വൃത്തികേടാക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. ഇതൊക്കെ കയ്യിൽപ്പെട്ടത് തന്നെയാണ്. ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, നാട്ടിൻപുറത്തെ റോഡുകളിലൊക്കെ കാണാൻ, അല്ലെങ്കിൽ പരിസരങ്ങളിലൊക്കെ കാണാം, ഈ വേസ്റ്റ് വാട്ടർ സ്റ്റാഗ്നേറ്റ് ചെയ്തിരിക്കുന്ന സംഭവം, കെട്ടിക്കിടക്കുന്ന സംഭവം. ഡു നോട്ട് അലോ ഡേർട്ടി വാട്ടർ ടു ഗെറ്റ് സ്റ്റാഗ്നേറ്റഡ്. ഒരിക്കലും അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, വേസ്റ്റ് വാട്ടർ കെട്ടിക്കിടക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. അത് പുറത്തേക്ക് ഒഴുക്കി കളയാൻ, അത് പ്രത്യേക ബിന്നിലേക്ക് ഒഴുക്കി കളയാനുള്ള സംവിധാനം നമ്മൾ ചെയ്യണം. ഡു നോട്ട് അലോ ഡേർട്ടി വാട്ടർ ടു ഗെറ്റ് സ്റ്റാഗ്നേറ്റഡ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളെ ഈ പരിസരം വൃത്തിയായി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഇനിയും ധാരാളം കാര്യം കൂട്ടുകാർക്ക് ചെയ്യാൻ കഴിയും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി താഴേക്ക് വരികയാണെങ്കിൽ വാട്ട് ഐ ഡു ടു മെയിൻറ്റെയിൻ ഹൈജീൻ. നമുക്ക് നമ്മളെ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രഷ് ടീത്ത് ട്വൈസ് എവറി ഡേ. ഇതൊക്കെ നിങ്ങൾ ടേക്ക് ബാത്ത് എവറി ഡേ, വൈപ്പ് ബോഡി ആഫ്റ്റർ ബാത്ത്, ഡ്രിങ്ക് കോൾഡ് ബോയിൽഡ് വാട്ടർ, യൂസ് footwear while going out, wash hands with soap after using toilet, pass urine only in the toilet, take food only in the clean vessels, clean hands, legs and face after play. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറഞ്ഞത്. കളിക്ക് ശേഷം ഇതൊക്കെ കഴിക്കണം. കട്ട് നെയിൽസ് ആൻഡ് കീപ് ദം ക്ലീൻ, വാഷ് ഹാൻഡ്സ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ്, ഡിസ്പോസ് വേസ്റ്റ് മെറ്റീരിയൽസ് അറ്റ് ദി റൈറ്റ് പ്ലേസ്. ബിന്നിൽ നമ്മൾ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, ടിക്കറ്റിട്ട് ഈ ശീലങ്ങൾ ഇല്ലാത്തതുണ്ടെങ്കിൽ ആ ശീലങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. കൂട്ടുകാരെ, നമ്മൾ ഇപ്പോൾ പേഴ്സണൽ ഹൈജീനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. വെള്ളത്തിൽ കൂടെ പടരുന്ന രോഗങ്ങൾ, റീഹൈഡ്രേഷൻ തെറാപ്പിയെ കുറിച്ച് നമ്മൾ പഠിച്ചു. റീഹൈഡ്രേഷൻ തെറാപ്പിക്ക് ഏതൊക്കെ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു. പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു. സ്വന്തം നിലയിൽ വൃത്തി സൂക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പഠിച്ചു. ഇനിയും ധാരാളം കാര്യങ്ങൾ ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. കൂട്ടുകാർക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.